നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധം പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയും കുതിച്ചുയരുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാന ഉൽപാദക മേഖലയായ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടുകയാണെങ്കിൽ അത് ക്രൂഡ് ഓയിൽ വിലയുടെ കുത്തനെയുള്ള വർധനവിനും കാരണമാകും. ഇപ്പോൾ തന്നെ വിലയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വിലയിലെ വർധനവ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. കണക്കുകൾ പ്രകാരം അടുത്ത കാലത്തായി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ ആകെ ആവശ്യമായതിന്റെ 90% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. റെക്കോർഡ് തോതിലുള്ള ഇറക്കുമതിയാണിത്. തുടർച്ചയായ രണ്ടാം മാസമാണ് ഈ ഉയർന്ന നിരക്ക് തുടരുന്നതെന്ന് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെൽ റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് മാസത്തിൽ ഇന്ത്യ 23.3 മില്യൺ ടൺ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. ഇത് എക്കാലത്തെയും ഉയർന്ന തോതാണ്. മാർച്ചിൽ 22.7 മില്യൺ ടണ്ണും ഏപ്രിലിൽ 21.23 മില്യൺ ടണ്ണുമായിരുന്നു ഇറക്കുമതി. 2025 ആദ്യ 5 മാസങ്ങളിൽ ശരാശരി 21.58 മില്യൺ ടൺ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തതായും PPAC വ്യക്തമാക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ആശ്രിതത്വം 88.2% ഉയർന്നുവെന്നതും ശ്രദ്ധേയമാണ്. 2024 87.8% നിന്നും 2023 85.5% നിന്നും കാര്യമായ വർധനവ് ഇറക്കുമതിയിലുണ്ടായി. ഡീസൽ, പെട്രോൾ, ജെറ്റ് ഇന്ധനം തുടങ്ങിയ റിഫൈൻഡ് ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതാണ് ഇറക്കുമതി വർധനവിന് പ്രധാന കാരണം. മെയ് മാസത്തിൽ ഡീസൽ, പെട്രോൾ ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. ശക്തമായ വ്യാവസായിക പ്രവർത്തനങ്ങൾ, യുഎസിന്റെ പരസ്പര താരിഫ് അവസാനിക്കുന്നതിന് മുൻപുള്ള കയറ്റുമതി നിരക്ക്, മുൻകൂർ മൺസൂണിന്റെയും വിവാഹ സീസണിന്റെയും പശ്ചാത്തലത്തിൽ കാർഷിക പ്രവർത്തനങ്ങളിലെ വർധനവും ഡിമാൻഡ് ഉയർത്തി. 2025 ആദ്യ 5 മാസങ്ങളിൽ റിഫൈൻഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ശരാശരി ഉപഭോഗം 20.41 മില്യൺ ടണ്ണായിരുന്നു. ക്രൂഡ് ഓയിലിലെ വിലക്കുറവും ഇറക്കുമതി വർധനവിന് ശക്തി പകർന്നിട്ടുണ്ട്. മെയ് മാസത്തിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $64.22 ആയിരുന്നു. ആഭ്യന്തര ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിലുണ്ടായ കുറവും ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായി. മെയ് മാസത്തിലെ ആഭ്യന്തര ഉൽപാദനം 2.4 മില്യൺ ടൺ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1.4% കുറവ്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 7 വർഷത്തിനിടെ രാജ്യത്തെ ക്രൂഡ് ഓയിൽ ഉൽപാദനം വർഷം തോറും 3% കുറഞ്ഞു. 2024 സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര ഉൽപാദനം 29.4 മില്യൺ ടൺ ആയിരുന്നെങ്കിൽ 2017 ഇത് 6 മില്യൺ ടണ്ണായിരുന്നു. വിദേശ ഇറക്കുമതി രാജ്യാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 1.96 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് മെയ് മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. അതായത് വിതരണത്തിന്റെ 38%-ലധികവും റഷ്യയിൽ നിന്നാണ്. 1.2 മില്യൺ ബാരൽ ഇറക്കുമതിയോടെ ഇറാഖ് രണ്ടാമത്തെ വലിയ വിതരണക്കാരൻ എന്ന സ്ഥാനം മെയ് മാസവും നിലനിർത്തി. സൗദി അറേബ്യ പ്രതിദിനം 6,15,000 ബാരൽ കയറ്റുമതി ചെയ്തപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രതിദിനം 49,000 ബാരൽ വിതരണം ചെയ്തു. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ഇറക്കുമതിയിൽ വൻ വർധനവുണ്ടാകും. അങ്ങനെയെങ്കിൽ റഷ്യയുടെ ഇറക്കുമതി കൂടുതലായും ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.